എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ എന്താ 2 കപ്പ് പച്ചരി വെള്ളത്തിലേക്ക് ഇടണം കേട്ടോ. ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ തന്നെ വെള്ളം ഒഴിച്ച് വയ്ക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി വെള്ളത്തിലിടാൻ അത് വലിയ പണിയൊന്നുമില്ല എങ്കിലും ഭയങ്കര മടിയാണ് അല്ലേ. അപ്പോൾ എന്നെ പോലുള്ള മടിച്ചികളൊക്കെ ഉണ്ടാ ഇട്ട് കഴിഞ്ഞാലോ നമുക്കത് അരച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആശ്വാസമാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഇതിപ്പോൾ എന്തായാലും രാവിലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് ആവശ്യത്തിന് ഇത് അരച്ച് വെക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് കഴുകി എടുക്കാനായിട്ട്. എപ്പോഴും നമ്മൾ പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് പലരും ചോദിക്കും, ചിലത് ഇപ്പം നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല വെള്ള കളറിലെ അപ്പം, ഇഡ്ഡലി ഉണ്ടാക്കണമെങ്കിൽ നല്ല വെള്ള കളറിലെ പൂ പോലത്തെ ഇഡ്ഡലി, അങ്ങനെയൊക്കെ വരാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഒന്നുമില്ല, നമ്മൾ അരി വാങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നല്ല വെള്ള കളറിലെ അരി നമ്മൾ വാങ്ങിക്കാനായിട്ട് നോക്കണം. ഇപ്പം പച്ചരിയൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഉണ്ടാക്കണ അപ്പം ആയാലും അതുപോലെ തന്നെ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ നല്ല വെള്ള കളറിലിരിക്കും. പിന്നെ അപ്പമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ തേങ്ങ ചിരകി എടുക്കുമ്പോഴേക്കും ആ ചിരട്ടയുടെ അടുത്തുള്ള ആ ഭാഗം നമ്മൾ അപ്പത്തിലേക്ക് അരയ്ക്കാനായിട്ട് ചേർക്കരുതേ. അങ്ങനെ വരുമ്പോഴും അപ്പത്തിൻ്റെ കളറ് മാറ്റം വരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള 1-2 കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വെള്ള കളറിൽ തന്നെ പലഹാരമൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം കുതിരാനായിട്ട് അതവിടെ ഇരുന്ന് കുതിരട്ടെ, അതങ്ങ് അടച്ചൊന്ന് മാറ്റി വെക്കുകയാണേ. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ പയർ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാകണ്ട 1/2 മണിക്കൂറൊക്കെ മതിയാവും കേട്ടോ ഇത് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പം ഇത് നമുക്ക് കറിയാക്കി എടുക്കാം. അപ്പോൾ പ്രഷർ കുക്കർ എടുത്തു. എന്നിട്ട് നമുക്ക് ഈ പയറും 2 പച്ചമുളകും ഒരു വലിയ വെളുത്തുള്ളി അല്ലിയാണ് എടുത്തത്. ഇപ്പം ചെറുതാണെങ്കിൽ നിങ്ങൾ 2 എടുത്തോളൂ കേട്ടോ. അതിൽ കൂടുതൽ വേണ്ട ഇപ്പം ഈ സമയത്ത് ചേർക്കാനായിട്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും പിന്നെ ഈ പയർ നികക്കെയുള്ള വെള്ളം മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കുക്കർ മൂടിയിട്ട് നമുക്കിനി ഇതൊരു 2 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഓൾറെഡി ഇത് നമ്മൾ കുതിർത്ത പയറായതുകൊണ്ട് അധികം വേവിക്കേണ്ട കാര്യമില്ല കേട്ടോ. എന്നിട്ട് നമുക്കിനി ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങയും കുറച്ച് കറിവേപ്പിലയും 2 വെളുത്തുള്ളി അല്ലിയും അതുപോലെ തന്നെ ചുവന്നുള്ളി ഉണ്ടല്ലോ അതൊരെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 4 പച്ചമുളക്. എന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകവും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിനി ഇതൊന്ന് അരച്ചു കൊടുക്കാം. ഇതൊന്ന് കറക്കി എടുത്ത ശേഷമാണ് ഇതിലേക്ക് നമ്മൾ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഈ അരപ്പ് റെഡിയാക്കി എടുക്കുന്നത്. ആദ്യമേ വെള്ളം ചേർത്ത് അരച്ചു കഴിഞ്ഞാൽ തേങ്ങയിൽ അരവ് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കണം. ഇതാണ് എളുപ്പം. സ്റ്റീം പോയ ശേഷം ഞാൻ പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്തു. കണ്ടോ നമ്മളുടെ പയറൊക്കെ കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. കറുത്തു പോവേ ഒന്നും ചെയ്തിട്ടില്ല. ചിലപ്പം നമ്മൾ പയർ കറി വയ്ക്കുമ്പോൾ കറുത്ത കളറിലിരിക്കില്ല. ഇത് അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ഈ അരച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ച ശേഷം നമുക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ മിക്സിയുടെ ജാറിൽ തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ട ഇച്ചിരി കുറുക്കം ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് എടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഒരുപാട് നമ്മൾ ഈ കറി ലൂസാകാൻ പാടില്ല കേട്ടോ, എങ്കിൽ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ഒന്ന് താളിച്ചിടണം കേട്ടോ. ശരിക്കും അപ്പത്തിനും ഒറൊട്ടിക്ക് ഒക്കെ പറ്റിയ, ഇടിയപ്പത്തിന് വരെ പറ്റിയൊരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ പാനിലേക്ക് നമുക്ക് ഇതിലൊഴിച്ച ശേഷം കടുക്, വറ്റൽമുളകും കറിവേപ്പിലേക്ക് ഇട്ടിട്ട് താളിച്ച് നമുക്ക് എടുക്കാം. എന്നിട്ട് ഈ താളിപ്പ് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറി നമ്മളിപ്പോൾ രാവിലെ പലഹാരത്തിന് ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പം കുട്ടികൾ സ്കൂളിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് ചോറിനാണെങ്കിലും ഇത് കൊടുത്തുവിടാം കേട്ടോ. പിന്നെ പ്രോട്ടീൻ അല്ലേ പയറെന്ന് പറയുമ്പം. പിന്നെ അതുപോലെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്, നല്ല ഒരു കറിയാണ് കേട്ടോ. ഉച്ചയ്ക്കുള്ള കറിക്കാണ് ഇത് ഉണ്ടാക്കണത്. അപ്പം ഞാനിവിടെ തേങ്ങയിലേക്ക് ഒരു 3 ചുവന്നുള്ളി അരിഞ്ഞതും 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട ശേഷം ഇതിലേക്ക് ഞാനിവിടെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പുളി വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പല രീതിയിൽ ഇങ്ങനെ കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഓരോരോ രീതിയിലാവുമ്പോൾ തന്നെ ടേസ്റ്റിലും അത്രത്തോളം തന്നെ വ്യത്യാസവും ഉണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എപ്പോഴും മിക്സിയുടെ ഈ ഒരു ചെറിയ ജാറ് തന്നെയാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത് കേട്ടോ. എനിക്കിതാണ് ഭയങ്കര യൂസ് ചെയ്യാൻ വളരെ എളുപ്പമായിട്ട് തോന്നുന്നത്.
അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് കറക്കി എടുക്കണം. ഞാൻ എപ്പോഴും ഈ മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും മഷി പോലെ അരച്ചെടുക്കാറില്ല കേട്ടോ. അങ്ങനെ അരച്ചെടുക്കുന്നതിന് അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. നമ്മൾ ഈ അമ്മിക്കല്ലിലൊക്കെ എങ്ങനെ അരച്ചെടുക്കും ആ ഒരു പരുവത്തിന് മാത്രമേ ഞാൻ മിക്സിയിലായാലും മിക്സിയുടെ ജാറിലായാലും അരച്ചെടുക്കാറുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മീൻകറിയൊക്കെ വയ്ക്കുമ്പോഴാണെങ്കിലും നമ്മൾ ആ പാകത്തിനുള്ള വെള്ളവും അതുപോലെ തന്നെ അത് പാകത്തിന് മാത്രമേ വെന്ത് കിട്ടാവൂ. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് മീൻകറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പും പുളിയും എല്ലാം ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് ഞാൻ പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുകയാണെ. എൻ്റെ കയ്യിൽ നമ്മളുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം തൊണ്ടമുളക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ബുള്ളറ്റ് മുളക് എന്നാണ് ഇതിന് പറയുന്നത്. ഈ പച്ചമുളകും അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. കുറച്ച് കറിവേപ്പിലയും ഇട്ട് അത് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കൂർക്ക ഇതിനിടയിൽ വൃത്തിയാക്കി ഇത് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കറിവേപ്പിലയും പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് മൂടി വെച്ച് കൊടുക്കണം. ഒന്ന് ആവി ഏറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോഴേക്ക് ഇതാ നമ്മളുടെ മീൻ കറി തിള വരുന്നുണ്ട്. എപ്പോഴും മീൻ കഷ്ണങ്ങൾ ഇതുപോലെ കറി തിളച്ചാൽ മാത്രമേ ഇട്ട് കൊടുക്കാവൂ കേട്ടോ. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ നമുക്കിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഏത് തരം മീനിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു കറി റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മളുടെ തിരുവനന്തപുരംകാരാണ് ഈ ഒരു മീൻ കറി സ്ഥിരമായിട്ട് ഉണ്ടാക്കണത്. മറ്റ് നാട്ടുകാരൊക്കെ എനിക്കൊന്ന് വേറെ രീതിയിലൊക്കെയാണ് തേങ്ങ അരച്ചൊക്കെ ചെയ്യുന്നതെന്നാണ് തോന്നുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കിതാ മുരിങ്ങക്കായയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിസാർക്കൊക്കെ മുരിങ്ങക്കായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മുരിങ്ങക്കായ ഉണ്ടായിരുന്നതുകൊണ്ട് മുരിങ്ങക്കായും കൂടി ഇട്ടെടുക്കണേ. മീൻകറിയിൽ മുരിങ്ങക്കായ ഇട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് മൂടി വെച്ചു. അപ്പോൾ അതാ കണ്ട മീൻ ഇങ്ങനെ ഒരു 5 മിനിറ്റ് മതി കേട്ടോ ആ മീനൊക്കെ വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ മീനും ഇങ്ങനെ നല്ല തിളയൊക്കെ വന്നതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് മൂടി വെക്കുകയാണേ. അപ്പം നമ്മളുടെ കൂർക്ക കണ്ട ആവിയിൽ ഇങ്ങനെ വെന്ത് വരികയാണ്. എന്നിട്ട് മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ലതുപോലെ ആവി കയറും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ വേവൂല, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഇടയ്ക്ക് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. ഞാൻ തളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് കാശ്മീരി ചില്ലി തന്നെയാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത്. മുളക് പൊടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. കൂർക്ക മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കണത്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് കേട്ടോ. ഈ കൂർക്ക നമ്മളെല്ലാവരും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിന് കൂർക്ക എന്ന് പേര് വന്നത്? എനിക്കെന്തായാലും അറിയത്തില്ല. നിങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരേട്ടെ. എനിക്കും കൂടി അങ്ങനെ ഒരു അറിവ് നിങ്ങളിൽ നിന്ന് കിട്ടുമല്ലോ. ഒരറിവും നിസ്സാരമല്ല. ആരിൽ നിന്ന് എന്തറിവ് നേടാനും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കേട്ടോ. ഞാൻ എൻ്റെ മക്കളുടെ അടുത്തും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒഴിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കുമ്പോൾ തന്നെ കൂർക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. കണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഇത് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാലാണ് ഒരു വലിയ ഭാരപ്പെട്ട പണി. അതാലോചിക്കുമ്പോൾ കൂർക്ക കഴിക്കണ്ട എന്ന് തന്നെ തോന്നിപ്പോവും. അപ്പം നമുക്ക് ഇത് മൂടി വയ്ക്കാം. അപ്പം നമ്മളുടെ പയർ കറി റെഡിയായതും അതുപോലെ തന്നെ നമ്മളുടെ മീൻ കറിയും പിന്നെ നമ്മളുടെ ഈ കൂർക്ക മെഴുക്കുവരട്ടി, ഇതിൽ ഏത് കറിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ. സനക്കുട്ടി എവിടെ പോണ്? ടാറ്റ കൊണ്ടോ. ഫോൺ വേണോ? വൈകുന്നേരം അസർ കഴിഞ്ഞപ്പോഴേക്കും നിസാർക്കൊക്കെ ഒരു സ്ഥലത്ത് അത്യാവശ്യമായിട്ട് പോവേണ്ടതുണ്ടെന്ന് പറഞ്ഞേ. അപ്പോഴേക്കും അങ്ങോട്ട് തന്നെയാണ് നമ്മളുടെ ബന്ധുക്കളുടെയും വീടൊക്കെ ഉള്ളത്. അപ്പോഴേക്കും ഞാൻ നിസാർക്കാട് പറഞ്ഞു എങ്കിൽ പിന്നെ ഞങ്ങളും കൂടി വരണം. അപ്പോൾ നിസാർക്ക് ഞാൻ പെണ്ണുങ്ങളെയൊന്നും കൊണ്ടുപോയാൽ ശരിയാകത്തില്ല, നിങ്ങൾ പെട്ടെന്നൊന്നും ഇറങ്ങത്തില്ല എന്ന്. ഞങ്ങൾ ഇറങ്ങി എന്ന് പറഞ്ഞ് 8 പിട്ടീന്നും പറഞ്ഞുകൊണ്ട് എന്നാ നിപ്പിലൊക്കെയാണ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് നിസാർക്കയുടെ കൂടെ ഇറങ്ങിയത്. പലരുവേ എൻ്റെ അടുത്ത് ചോദിച്ചു നിസാർക്കയുടെ അസുഖത്തിന്റെ എന്തായിത്താ ഫോളോ അപ്പ് ഒന്നും പറഞ്ഞില്ലല്ല എന്നുള്ളത്. അപ്പോഴാണ് ഞാനും ഓർത്തത് ശരി, അതിനെ കുറിച്ച് നമ്മള് പറഞ്ഞില്ലായിരുന്നല്ല. എന്തായാലും പഠിച്ചോ കാത്തെന്ന് പറയാം. നമ്മൾ യഥാർത്ഥത്തില് ആ രണ്ടാമത്തെ ഡോക്ടർ റെഫർ ചെയ്തല്ലേ, ചെസ്റ്റ് സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പറഞ്ഞ്. അപ്പൊ ആ പുള്ളിക്കാരന് റെഫർ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടെന്ന് നോക്കാന്ന് ചോദിച്ചു പോയതാണ്. പക്ഷെ അവിടെ പോയിട്ട് ഡോക്ടർ CT സ്കാനും പിന്നെ ചെസ്റ്റും ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പോഴും ഒന്നും കാണുന്നില്ല. അപ്പൊ ഈ ഡോക്ടർമാരെന്തെന്നറിയാമോ, നമുക്ക് ഒരിക്കലും നമുക്കൊരു പൂർണ്ണ ഇത് പറയാതെ അവരെ വിടില്ല. അവര് പറഞ്ഞ് ENT കൂടെ ഒന്ന് കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് OP എടുത്ത് നമ്മൾ നേരെ ENT കണ്ടിട്ട് തിരിച്ച് ഡോക്ടറിനെ കാണണം പറഞ്ഞു. അപ്പം പ്രിസ്ക്രിപ്ഷൻ തന്നില്ല, മരുന്നൊന്നും തന്നില്ല. ഒരു പുള്ളി പറഞ്ഞ് കണ്ടിട്ട് വാ, എന്നിട്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അവിടെ പോയപ്പോ എന്താണ് പുള്ളി നോക്കിയപ്പോ പുള്ളിക്ക് ഇതെല്ലാം മനസ്സിലായി. എല്ലാം നോക്കിയപ്പോ ഇല്ലാന്ന് മനസ്സിലായപ്പോ പുള്ളിയുടെ മനസ്സിൽ എന്താ വന്ന് ഈ
മുകളിൽ സൈനസിന്റെ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ വേറെ രക്തം വരേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ പുള്ളി എൻഡോസ്കോപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എൻഡോസ്കോപ്പ് ചെയ്ത് വന്നപ്പോൾ മനസ്സിലായി സൈനസില് ഇങ്ങനെ ബ്ലഡിന്റെ ഇതെല്ലാം. അപ്പൊ അങ്ങനെയാണ് വരുന്നതെന്നും പുള്ളി മനസ്സിലാക്കി. അവസാനം അതിന്റെ മരുന്നൊക്കെ തന്നു. അങ്ങനെ അതും കാണിച്ചു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ റിലേറ്റീവ് ഡോക്ടർ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ വെച്ച് ഡോക്ടർ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ പുള്ളിയെ കണ്ടെന്നേ ഉള്ളൂ. പക്ഷെ തിരിച്ച് പിന്നെയും പുള്ളി പറഞ്ഞു 5 ദിവസം കഴിഞ്ഞിട്ട് വന്ന് വീണ്ടും ഒരു CT സ്കാൻ, നമ്മൾ ഈ ഫേസ് നമ്മൾ ചെസ്റ്റ് ഒക്കെ അല്ലേ എടുത്തുള്ളൂ, അപ്പൊ നമ്മൾ ഈ ത്രോട്ടിന്റെ ഒന്ന് CT സ്കാനൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ വീട്ടിൽ വന്നപ്പം ഇവരെല്ലാരും പറഞ്ഞ് നമ്മളെ ഡോക്ടറിനെ ഒന്ന് കാണിക്കുന്നു പറഞ്ഞു. അങ്ങനെ നമ്മളെ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു ഇപ്പൊ തൽക്കാലം ഇതിന്റെ സംഭവം കണ്ടുപിടിച്ചല്ലോ, അപ്പൊ ഇതിന്റെ ഒരു ആന്റിബയോട്ടിക് എടുക്ക്, പിന്നെ ഒരു നോസിൽ ഡ്രോപ്പും അല്ലേ അതും തന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് 5 ദിവസം കഴിഞ്ഞ് പോകാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാത്തത്. എന്തായാലും വിചാരിച്ചതുപോലെ പറഞ്ഞ മാതിരി പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല, പോലൊന്നും ഉണ്ടായില്ല. ഞാനിത് തുടക്കം നിസ്സാറിക്കടുത്ത് പറഞ്ഞ് നമുക്ക് സലീമാമയെ പോയി കാണിക്കാന്ന് ഞാൻ തുടക്കമേ പറഞ്ഞു. പക്ഷെ നിസ്സാറിക്ക് പറഞ്ഞേ ഇല്ല അവിടെയല്ല എന്റെ ഇവിടാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നേട്ടാ. ഇപ്പൊ എന്ത് പറ്റി? ബ്ലഡ് വന്നുകൊണ്ട് ഇതിന്റെ വിചാരം ഈ ചെസ്റ്റിൽ നിന്ന് വല്ല വന്നതാണെന്നുള്ള ധാരണയാണ്. പക്ഷെ അതല്ല, സൈനസിന്റെ ആയിരുന്നു. ബാക്കി ചെസ്റ്റ് ഒക്കെ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായല്ലോ, എന്റെ ചെസ്റ്റ് ഒക്കെ ക്ലിയർ ആണെന്ന് മനസ്സിലായില്ലേ. ഹൃദയമുണ്ട് മനുഷ്യനാണ് മനസ്സിലായില്ലേ. അപ്പൊ നിസാർക്കൊക്കെ തന്നെ ഇങ്ങോട്ടാണ് വരേണ്ടിയിരുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു വീട് വെച്ച് കൊടുക്കുന്നതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോകളാണ് നിങ്ങൾ ഓർക്കുന്നുണ്ട്. ഞാനത് കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തറക്കല്ലിടലും ആ കർമ്മത്തിനൊക്കെ ഞാനും പങ്കെടുത്തിരുന്നു. അതാണ് ഈ കാണുന്നത് കേട്ടോ അന്നത്തെ വീഡിയോ ക്ലിപ്പുകൾ. അതെ അന്ന് ഇട്ടു. പിന്നെ ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് വരാനൊന്നും പറ്റിയില്ല. അവര് വേറെ ട്രസ്റ്റുകാരുണ്ടല്ലോ, അപ്പൊ അവര് ചെയ്യുന്നുണ്ട്, തീരുമ്പോ വന്ന് കാണിക്കാന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇതിനിടെ നിസാർക്ക് 1-2 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോഴൊന്നും നിസാർക്ക് പിന്നെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിനിടയിൽ മഴ ഉണ്ടായിരുന്നു. അപ്പം ഇവരത് എത്ര മാസം കൊണ്ട് മഴയും ആ ഒരു കാലാവസ്ഥയൊക്കെ കാരണം അവർക്ക് അങ്ങനെ പണിയിൽ അങ്ങനെ പുരോഗതി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാനൊരു സ്റ്റേജ് ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ തറക്കല്ലൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം പിന്നെ കെട്ടായിരുന്നു, തബൂക്കിന്റെ കെട്ടായിരുന്നു. അത് കഴിഞ്ഞ ഉടൻ തന്നെ പിന്നെ പടപടാന്ന് കാര്യങ്ങൾ നടന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷമാണ് അല്ലേ, ഒരാളിന് ആര് മുഖേനയാണെങ്കിലും ഒരു വീട്. ഇപ്പോഴത്തെ സ്റ്റേജ് ഞാൻ കാണിച്ചു കേട്ടാ, ഇതാണ് ഇപ്പോഴത്തെ സ്റ്റേജ്. അവർക്ക് എന്തോ ഒരു സന്തോഷമായിരിക്കും അല്ലേ. ദേ പോയി ദാ വന്നു എന്ന് പറഞ്ഞ മാതിരി അങ്ങോട്ട് പോണത് കാണിച്ചു, തിരിച്ച് ഇങ്ങോട്ട് വരുന്നത് കാണിച്ചു. ഏകദേശം ഈ അവസ്ഥയിലായി ആ വീട്. നമ്മൾ പണ്ട് പോയി തുടങ്ങി വെച്ച ഒരു വീടെന്ന് പറഞ്ഞില്ലേ, അവർക്ക് കുറച്ച് ഷോർട്ടേജ് ഉണ്ട് പൈസക്ക്. ഇനി ടൈൽസും പ്ലംബിങ്ങും കുറച്ച് പെയിന്റിങ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പം ഇനിയും ആൾക്കാർക്ക് സഹായിക്കാൻ വേണമെങ്കിൽ. അപ്പൊ ഏതായാലും നമ്മൾ പോയ കാര്യങ്ങളൊക്കെ നടന്നു. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ സമി? അടുത്ത വീഡിയോയിൽ ഇനി എന്തായാലും ഇതെല്ലാം ഫിനിഷ് ആയ ശേഷം നിസാർക്ക് എല്ലാരും വിളിച്ച് ചായ കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. വലിയ ഫംഗ്ഷൻ കാര്യമല്ല, ഇവരെ കാണിച്ചു കൊടുക്കണം. അങ്ങനെ ശരി, ചായ കുടിക്കണ കാര്യമേ ഉള്ളൂ. അല്ല, അവരെല്ലാരും കയറി താമസിക്കുമ്പോഴേ പാലിയാഴ്ച പോലെ ചെറിയൊരു ഫംഗ്ഷൻ പോലെ നടത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഈ ഇതിനിടയ്ക്ക് മഴയൊക്കെ വന്നുകൊണ്ട് കുറച്ച് ഡിലേ ആയി. അല്ലെങ്കിൽ കറക്റ്റ് 2-3 മാസം കൊണ്ട് തീർക്കണമെന്ന് വിചാരിച്ച വീടായിരുന്നു. ഹജ്ജുകാരെല്ലാം കൂടി ചേർന്നുള്ളൊരു കൂട്ടായ്മയാണ് ഈ ഒരു ട്രസ്റ്റ്. അപ്പം നിങ്ങൾക്ക് 5 രൂപയോ 10 രൂപയോ നിങ്ങളാൽ ചെയ്യുന്ന സഹായം ചെയ്യാൻ പറ്റുന്നവർക്ക്, താല്പര്യമുള്ളവർക്ക് അവരെ സഹായിക്കാവുന്നതാണ്. എന്തായാലും നല്ല അടിപൊളി ക്ലൈമറ്റ്. വെളിയിലോട്ട് നോക്കിക്കേ, എനിക്കാണെങ്കിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മതി വരത്തേ ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ വീട്ടിൽ വന്നു. ഇപ്പം രാത്രിയായി കേട്ടോ. അപ്പം ഞാൻ അരി വെള്ളത്തിൽ രാവിലെ ഇട്ട് വെച്ചിരുന്നതല്ലേ, അപ്പം ഇനിയിപ്പം എന്തായാലും ഇതൊന്ന് അരച്ച് വെക്കാമെന്ന് കരുതി. അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്തായാലും ഞാൻ അരയ്ക്കുന്ന ഇതും കൂടി ഒന്ന് വീഡിയോ എടുത്തേക്കാന്ന് കരുതിയേ. അപ്പം ഞാൻ ഈ ഒരു കപ്പിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചോറ്, ഇത് മറ്റേ നമ്മളുടെ പൊന്നിയരിയുടെ ചോറാണ് ഞാൻ എടുത്തത്, 1 കപ്പ് കേട്ടോ. എന്നിട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഞാൻ സോഡാപ്പൊടിയാണ് 1/4 ടീസ്പൂണ്. ഇത്രയും അരി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ എടുത്തത് കേട്ടോ. എന്നിട്ട് എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ.
ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ പല രീതിയിൽ അപ്പം റെഡിയാക്കാറുണ്ടല്ലോ, അപ്പം ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത്. എന്നിട്ട് ഇത് നമ്മൾ വെച്ചിരിക്കൊന്നും വേണ്ട, അപ്പോൾ തന്നെ മിക്സിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിനി ഇപ്പം ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളത്തിന് പകരം നിങ്ങളുടെ കയ്യിൽ തേങ്ങാ വെള്ളം ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ കരിക്കും വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണെങ്കിലും നല്ല സൂപ്പർ അപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വെള്ളം, ഇത് അരയാൻ പാകത്തിനുള്ള വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലും അപ്പം അത്ര ഒരു സെറ്റപ്പ് ആവത്തില്ല. അരച്ചത് ഞാൻ ഇതാ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇനിയിപ്പം അടുത്ത രണ്ടാമത്തെ ബാച്ചും കൂടി ഞാൻ അതുപോലെ തന്നെ അരച്ചെടുത്തതാണ്. അപ്പം എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ കൂടി അപ്പം ഉണ്ടാക്കി നോക്കുക കേട്ടോ. സോഡാപ്പൊടിയൊന്നും അല്ല, നമ്മുടെ ഈസ്റ്റൊന്നും ചേർക്കാത്ത നല്ല അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ സോഡാപ്പൊടി നമുക്ക് ഇത്രയിൽ ചേർത്താൽ മാത്രമേ നല്ല ടേസ്റ്റും നല്ല പൊങ്ങിയൊക്കെ ഇരിക്കത്തുള്ളൂ കേട്ടോ. അപ്പം ഇനി ഇത് അടച്ച് വെക്കുകയാണ്. ഇൻഷാല്ലാ നാളെ രാവിലെ ഞാൻ അപ്പം ചുടുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ.